ഇത് അശ്വിനി കുൽക്കർണി. തൂലികാനാമമാണ്. കവിത എഴുത്ത് തെരുവുനായ സ്നേഹം, സാഹിത്യ അക്കാദമിയോടുള്ള പുച്ഛം, പ്രകൃതി സ്നേഹം, പിന്നെ പൊങ്ങച്ചം അതൊട്ടുമില്ല. ബാക്കിയൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും. മനുഷ്യന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ തന്നെ എഴുതിയ 4 വരികൾ. മനുജനു ജീവിതം നരകതുല്യം, ഈ യാതനയ്ക്കൊന്നും മറുതിയില്ല. മർത്യനായി പിറന്നവൻ ഈ അന്ധകാരത്തിലോർമ്മകൾ പോലും പഴംപുരാണം. മിസ് അശ്വിനി കുൽക്കർണി സത്യം മാത്രം പറയും ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണത്തെ സാഹിത്യ അക്കാദമി അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു വിവാദ പരാമർശം ഉന്നയിക്കുകയുണ്ടായി. അവാർഡ് അർഹരായവരുടെ കൈകളിലല്ല എത്തിച്ചേർന്നതെന്ന് താങ്കൾ പറഞ്ഞു. താങ്കളെ തഴയപ്പെട്ടു എന്നതിലെ നിരാശയാണോ അത്തരത്തിലൊരു വിവാദ പ്രസ്താവന ഇറക്കുന്നതിലേക്ക് നയിച്ചത്? അങ്ങേയറ്റം പക്ഷപാതപരമായ സമീപനം. എന്നെപ്പോലെ കഴിവുള്ളവരുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ളത് നിരാശാജനകമാണ്. ശാസ്ത്ര കവിതകൾ എഴുതി പ്രശസ്തനായ എന്റെ മുത്തശ്ശന്റെ അനുഭവവും ഇതുതന്നെയായിരുന്നു. ഇപ്പോൾ ഇതുപോലൊരു വേദിയിൽ വെച്ച് സ്വന്തം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആദരം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായും എന്നെപ്പോലെ കഴിവുള്ളവർ ആദരിക്കപ്പെടണമല്ലോ. ഏത് വിഷയത്തിലാണ് താങ്കൾ കൂടുതലായും സാഹിത്യരചനകൾ നടത്തുന്നത്? സമൂഹത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നേർക്ക് തിരിച്ചുവെച്ച കണ്ണാടിയാണ് എന്റെ ഓരോ സൃഷ്ടിയും എന്ന് പറയാം. മുത്തശ്ശൻ ഒരു ശാസ്ത്രകവിയായിരുന്നു അല്ലേ? തീർച്ചയായും എന്റെ അപ്പൂപ്പൻ ഒരു ശാസ്ത്ര കുതികയായിരുന്നു. 1957 ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കവിത എഴുതിയിരുന്നു, ലൈക്ക ലൈക്ക നീ എവിടെ. അതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ആ നായയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടാണല്ലോ അതിനെ ഒറ്റയ്ക്ക് അയച്ചത്. കൂട്ടത്തിൽ ഒരു നായയെ കൂടി അയക്കാമായിരുന്നില്ലേ എന്നുള്ളതായിരുന്നു അപ്പൂപ്പന്റെ വേദന. ശാസ്ത്രലോകത്തോട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. തെരുവു നായ്ക്കളുടെ ഉന്നമനത്തിനായി അദ്ദേഹം ഒരു സംഘടന തന്നെ രൂപീകരിച്ചിരുന്നു. ആ സംഘടന താങ്കളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും സജീവമായി തുടരുന്നു? സജീവമായി തുടരവേ കുടുംബത്തിൽ ഒരാൾക്കൊരു കടി കിട്ടി. പിന്നെ മൃഗസ്നേഹവും പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? 2 എണ്ണത്തിനെ അവക വരുത്തിയത്. പലർക്കും ഒരു കടി കിട്ടിയാൽ തീരാവുന്ന മൃഗസ്നേഹമേ ഉള്ളൂ. വളരെ ഉചിതമായ നിലപാട് തന്നെ. താങ്കൾ ഒരു വിശ്വാസിയാണോ? തീർച്ചയായും. വിശ്വാസം ഒരു ധൈര്യമല്ലേടോ. പിന്നെ വിശ്വാസം എന്തിലും ആകാലോ. നിരീശ്വരവാദം പോലും ഒരു വിശ്വാസമാണല്ലോ. മാഡം ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ? അതെ, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. പക്ഷെ അത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. If you believe that women should have the same political, economic and social rights as men, you are a feminist. സ്ത്രീക്ക് വീടകങ്ങളിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലുമൊക്കെ തുല്യ പരിഗണന ലഭിക്കണമെന്ന നിലപാടുള്ള പുരുഷനും സ്ത്രീയും ഫെമിനിസ്റ്റ് ആണ്. അല്ലാതെ പുരുഷനോട് തല്ലുകൂടുന്നതിലോ മത്സരിക്കുന്നതിലോ അവനെ ദ്രോഹിക്കുന്നതിലോ ഒന്നുമല്ല ഫെമിനിസം. ഇനി പറ, താ ഫെമിനിസ്റ്റ് ആണോ? മാഡം പറഞ്ഞ അർത്ഥത്തിൽ ഞാനും ഒരു ഫെമിനിസ്റ്റാണ്. വളർന്നു വരുന്ന തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രശസ്ത കവയിത്രിയായ അശ്വിനി കുൽക്കർണിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. A+ വാങ്ങുന്നതിലൊന്നും അല്ല കാര്യം, ജീവിക്കാൻ പഠിക്കുന്നതിലാണ് കാര്യം. അതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുക. അല്പം ദയ കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു. പിന്നെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും എന്നെ പോലെ പ്രശസ്തിയാവണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അങ്ങനെ നടന്നില്ല എന്നോർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യുക. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉദ്ഘാടനത്തിന് സമയമായി. ഇന്നത്തെ ഈ ചടങ്ങിനെ പറ്റി ഒരു 2 വാക്ക് പറയാമോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? കേട്ടിട്ടുണ്ടാവും, അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചിട്ടുള്ള വീരമണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇത്തവണത്തെ ഓണപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അതുപോലെ തന്നെ അവരുടെ വിശിഷ്ട അതിഥിയും ഞാൻ തന്നെയാണ്. പ്രശസ്തർ വേണമെന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു എന്ത് ചെയ്യാൻ. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു 4 വരി കവിത കൂടിയുണ്ട്, അതുകൂടി കേട്ടിട്ട് പോവാം. പിന്നെ മറക്കരുത്, സത്യം മാത്രം പറയുന്ന ചാനലല്ലേ. അതുകൊണ്ട് അവാർഡ് തുഞ്ചത്ത് വെച്ച് നഷ്ടപ്പെട്ട അതിപ്രശസ്തയായ കവയിത്രി അങ്ങനെ തന്നെ ആക്കി. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ അല്പം ഞങ്ങളുടെ സത്യം മാത്രം പറയും ചാനലിന് വേണ്ടി നൽകിയതിൽ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു, ഞങ്ങളുടെ ചാനലിന്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും. തുടർന്നും അവാർഡുകളും അംഗീകാരങ്ങളും താങ്കളെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. കാണാം. Ready, 1, 2, 3. ഓണം വന്നേ.
സഹൃദയരായ നാട്ടുകാർക്കും അശ്വിനി കുൽക്കർണിയുടെ വീരമണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.